നന്മയുടെ സഹോദരന്മാരിലേക്ക്, നന്മയുടെ ആളുകളിലേക്ക് അടുക്കുക, തിന്മയുടെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കുക. പല തിന്മകളും നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് നമ്മളല്ല, നമ്മളുടെ കൂട്ടുകാരാണ്. നീയില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയ ട്രിപ്പുകളാണ് പലപ്പോഴും പല തെറ്റുകൾക്കും പലർക്കും കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ, തിന്മകൾ നീയില്ലെങ്കിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയ സന്ദർഭങ്ങളിലാണ് ആ തിന്മകൾ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ആ തിന്മയുടെ ആളുകളെ കൂട്ടുകൂടാൻ നമുക്ക് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അൽമർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി വമസലുൽ ജലീസി സ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരൻ്റെയും കൂടെയിരുപ്പുകാരൻ്റെയും മോശം കൂട്ടുകാരൻ്റെയും കൂടെയിരുപ്പുകാരൻ്റെയും ഉപമ സുഗന്ധ വ്യാപാരിയുടെയും അതുപോലെ തന്നെ ഉലയിലൂതുന്ന, അതായത് തട്ടാൻ ഇരുമ്പ് പണി നടത്തുന്ന ആളുടെയും ഉപമയാണ്. ഒന്നാമത്തെ ആളിൽ നിന്നും അയാൾ നിനക്ക് എന്തെങ്കിലും സുഗന്ധം ഹദിയ നൽകിയേക്കാം, സമ്മാനം നൽകിയേക്കാം. ഇനി സമ്മാനം നൽകിയില്ലെങ്കിൽ പൈസ കൊടുത്തവനിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിനക്കവനിൽ നിന്നും നല്ല മണമേ കേൾക്കേണ്ടി വരികയുള്ളൂ. എന്നാൽ തട്ടാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ജോലിയെ കുറ്റം പറഞ്ഞതില്ല, മറിച്ച് ആ കാര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുകയാണ്. എന്താണത്? ആ തട്ടാൻ്റെ ആ ജോലിയിൽ നിന്നും അവന് ഒന്നുകിൽ നിൻ്റെ വസ്ത്രത്തെ കരിച്ചു കളഞ്ഞേക്കാം. കാരണം ഉലയിൽ ഊതുമ്പോൾ അവിടെ നിന്ന് തീപ്പൊരികൾ നിൻ്റെ വസ്ത്രത്തിൽ വീണത് കരിഞ്ഞേക്കാം. അതല്ലെങ്കിൽ മോശമായ ഒരു ഗന്ധമാണ് നിനക്കവിടെ നിന്ന് ലഭിക്കുക. അതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മളെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ അതിന് തയ്യാറായി നിൽക്കുന്ന കൂട്ടുകാരോട് വിട പറയുക. നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കൂട്ടുകാരുമായി ഒരുമിച്ചിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിന്മകളിൽ നിന്നും പൂർണ്ണമായി അകലം പാലിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലേക്ക് മുന്നിട്ടിറങ്ങുക. അതിലേക്ക് നമ്മൾക്ക് ആഗ്രഹമുണ്ടാവുക. ഇതൊക്കെ തിന്മകൾ പൊറുക്കപ്പെട്ട നല്ല ഒരു മനുഷ്യൻ്റെ ശുദ്ധമായ ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ അടയാളങ്ങളാണ്. സഹോദരങ്ങളെ, ഈ അടയാളങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.